മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കിയാലോ? എന്താ പലഹാരം എന്നറിയണ്ടേ? കോഴിയുടെ കാല് കണ്ടോ? നമുക്ക് പൊരിക്കാം. ആദ്യം കോഴിയുടെ കാല് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി ഇതുപോലെ പൊളിച്ച് കളയുക. ഞാൻ തൊലി പൊളിച്ചതാണിത്. തൊലി പൊളിച്ച് കളഞ്ഞിട്ട് ആ കാലിൽ എടുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മസാല എല്ലാം കൂടെ തേച്ച് കണ്ടോ പൊളിച്ചെടുത്ത കാലായത് കണ്ടോ. എന്നിട്ടത് കടലമാവ്, ലേശം മുളക് പൊടി, മസാല എല്ലാം കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കത് പക്ഷെ നമ്മൾ കോഴിയുടെ കാല് നിസ്സാരമായിട്ട് കാണും. പക്ഷേ ഒരു വൈദ്യൻ ഇതുപോലെ കാലുവേദനയായിട്ട് ചെന്നപ്പോൾ അയാൾ പറഞ്ഞതാണ് കോഴിയുടെ കാല് പിന്നെ ആടിൻ്റെ കാല് ഒക്കെ സൂപ്പ് വെച്ച് കുടിക്കുകയും അതുപോലെ പൊരിച്ച് തിന്നുകയും ചെയ്താൽ കാലുവേദനയൊക്കെ മാറിക്കിട്ടുമെന്ന്. നമ്മൾ കോഴിയുടെ കാലെന്ന് കേൾക്കുമ്പോൾ ഒരു സൂപ്പ് വെച്ച് കുടിക്കാനാണ് അറിഞ്ഞത്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ കോഴിക്കാല് പൊരിച്ചെടുത്തത് കണ്ടോ. നമുക്കങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, ഒന്ന് കഴിച്ചു നോക്കാം. കോഴിയുടെ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കളയണം കേട്ടോ. കണ്ടോ, ഞാൻ തൊലി പൊളിച്ച് കളഞ്ഞായത്. തൊലി അതിൻ്റെ നഖവും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് നമുക്കിങ്ങനെ കണ്ടോ നല്ല മോരാന്നായി. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയാണ്. നമ്മളതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചിട്ടാണല്ലോ എടുക്കുന്നത് കേട്ടോ. തൊലിയൊക്കെ ശരിക്കും പൊളിച്ചതാണ്. അതിൻ്റെ കാലിൻ്റെ വെള്ളയ്ക്കുള്ള തൊലിയായിരിക്കും. എല്ലാ തൊലിയെല്ലാം നല്ലപോലെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്ക് അത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. കടലമാവ് മസാലയും കൂടെ ചേർത്തിട്ട് എണ്ണ മുക്കി പൊരിച്ചെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. കോഴിയുടെ കാല് പൊരിച്ചെടുത്തത് എന്ത് രുചിയാണെന്നറിയോ? ഒരു ദിവസം നിങ്ങളത് ഉണ്ടാക്കി തിന്നാൽ പിന്നെ ഉണ്ടാക്കി തിന്നും. അതുപോലെ ഇതാ എൻ്റെ ചാനൽ മറന്നുകൊണ്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശോശാമ്മ കിച്ചൺ, കിച്ചൺ ശോശാമ്മ.